ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. തിരുവനന്തപുരത്ത് അംഗനവാടി അധ്യാപിക കുട്ടിയുടെ മുഖത്തടിച്ചതായി പരാതി. മൊട്ടമൂട് പറമ്പിക്കോണം അംഗനവാടിയിലാണ് സംഭവം. രാത്രി കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ കണ്ട മാതാപിതാക്കൾ കുട്ടിയോട് വിവരം തിരക്കിയപ്പോഴാണ് ടീച്ചർ അടിച്ച കാര്യം കുട്ടി പറയുന്നത്. നിലവിൽ തൈക്കാട് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി. ഇന്നലെയാണ് സംഭവം. അതേസമയം ആശുപത്രി അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് അധ്യാപിക അടിച്ചില്ല എന്നാണ് മറുപടി നൽകിയത്. അധികൃതർ അന്വേഷണ വിധേയമായി അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. ബോളിവുഡ് താരം ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതിനെ തുടർന്ന് രാഷ്ട്രീയ വിവാദമുയർന്നു. ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയമാണ് പുരസ്കാരത്തിന് അടിസ്ഥാനമായത്. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാനാണ് അവാർഡ് നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മഹാരാഷ്ട്ര കോൺഗ്രസ് MLA സി ഭായ് ജഗ്താബ് അവാർഡിൽ കൃത്രിമത്വമുണ്ടെന്നും ഇത്രയും കാലം ഷാരൂഖ് ഖാനെ ആദരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി. മറുപടിയായി BJP ഷാരൂഖ് ഖാന്റെ കഴിവുകളെ മുൻ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചുവെന്നും ഇപ്പോഴത്തെ സർക്കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ അംഗീകരിച്ചതെന്നും വ്യക്തമാക്കി. കേരള പോലീസ് പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. വീട്ടുജോലിക്കാരുടെയും വാടകക്കാരുടെയും ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇപ്പോൾ പ്രവർത്തനമായി. അപേക്ഷകർക്ക് ആധാർ ഉപയോഗിച്ച് ജോലിക്കാരുടെയോ വാടകക്കാരുടെയോ വിശദാംശങ്ങൾ നൽകി 1500 രൂപ ഫീസ് അടച്ച് പരിശോധന നടത്താം. ലോക്കൽ പോലീസ് ഐഡന്റിറ്റി, വിലാസം, ക്രിമിനൽ പശ്ചാത്തലം എന്നിവ പരിശോധിച്ച് പരിശോധന പൂർത്തിയാകുമ്പോൾ യൂണിറ്റ് മേധാവി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. സർക്കാർ വകുപ്പുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തിഗത ആവശ്യക്കാർ തുടങ്ങിയവർക്കും ഈ സേവനം ഉപയോഗിക്കാം. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് അതിക്രമിച്ച് കയറി യുവതി പിറന്നാൾ ആഘോഷിച്ചു. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതിയടക്കം ചില പേർ ക്യാന്റീന് സമീപമെത്തി കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സംഭവമാണ് അന്വേഷണത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജ വിശേഷണം ഉപയോഗിച്ചാണ് പ്രതികൾ അകത്ത് കടന്നതെന്നും അതുവഴി പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തി എന്നുമാണ് പോലീസ് വിശദീകരിച്ചത്. അന്വേഷണം തുടരുകയാണ്. സൗദി അറേബ്യയുടെ 95ാം ദേശീയ ദിനാഘോഷങ്ങൾ ചൊവ്വാഴ്ച രാജ്യത്തുടനീളം ആഘോഷപ്രധാനമായി നടന്നു. സ്വദേശികളും വിദേശികളും പങ്കെടുത്ത ഈ പരിപാടികൾ രാജ്യത്തോടുള്ള ആഴമുള്ള അഭിമാനവും നേതൃസ്ഥാപനത്തിനോടുള്ള ആദരവും പ്രകടിപ്പിച്ചു. ജിദ്ദയിലെ ചെങ്കടൽ തീരത്തിൽ നടന്ന വ്യോമ നാവിക പ്രദർശനങ്ങൾ, കരഘോഷയാത്രകൾ, ദേശഭക്തി നിറഞ്ഞ സംഗീത പരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് പ്രത്യേക മാറ്റുകൂട്ടി. രാത്രി 9 മണിക്ക് രാജ്യത്തെ 13 നഗരങ്ങളിൽ ഒരേ സമയം ആകാശത്ത് നിറഞ്ഞ വർണ്ണവിസ്മയം ജനങ്ങളിൽ ആവേശം നിറച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.